പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ ദശാബ്ദങ്ങളായി തുടരുന്ന ചോരക്കളിക്ക് വിരാമമിടാൻ ഒടുവിൽ നിർണായക നീക്കം. ഗസയിൽ ഹമാസും മറ്റ് സായുധ സംഘങ്ങളും പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങാനുള്ള കരാറിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് തയ്യാറാക്കിയ സമാധാന പദ്ധതിക്ക് ഹമാസ് പൂർണ്ണ അംഗീകാരം നൽകിയതായും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നും മുതിർന്ന ഹമാസ് നേതാവ് തന്നെ BBC-യോട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഗസയിലെ സമ്പൂർണ്ണ നിരായുധീകരണത്തിനുള്ള സമാധാന നിർദ്ദേശം അംഗീകരിക്കാൻ തങ്ങൾ സന്നദ്ധരായെന്ന ഹമാസിന്റെ നിലപാട് മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളെ പാടെ തിരുത്തിയെഴുതുന്ന ഒന്നാണ്. ട്രംപ് പ്രഖ്യാപിച്ച 20 ദിന സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചരിത്രപരമായ കരാർ രൂപപ്പെട്ടിരിക്കുന്നത്. മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ച ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പരിശ്രമങ്ങളെ വാനോളം പ്രശംസിച്ച ട്രംപ് ഈ നീക്കം പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും വഴിയൊരുക്കുമെന്നും തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അവകാശപ്പെട്ടു. എന്നാൽ ട്രംപ് കൊണ്ടുവന്ന നിർദ്ദിഷ്ട കരാറിലെ വ്യവസ്ഥകളിൽ ഇസ്രായേൽ ഒട്ടും തൃപ്തരല്ലെന്ന വാർത്തകൾ പുറത്തുവരുന്നത് വീണ്ടും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കെയ്റോയിൽ നടന്ന ചർച്ചകളിൽ അപൂർവ പുരോഗതി ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും നിർദ്ദേശിക്കപ്പെട്ട ഉപാധികൾ ടെലവീവിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഗസയുടെ പൂർണ്ണമായ സൈനിക വിമുക്തതയും ആയുധ ശേഖരണത്തിന്റെ പൂർണ്ണനാശവും സംബന്ധിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത കർശന നിലപാടാണ് ഇസ്രായേൽ തുടരുന്നത്. ട്രംപിന്റെ 20 ദിന പദ്ധതി അനുസരിച്ച് വിന്യസിക്കപ്പെട്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെയാകും സമാധാന പ്രക്രിയ പൂർത്തിയാവുക. കരാർ പ്രകാരം ഇരു കൂട്ടരും നിലവിലെ തൽസ്ഥിതി തുടരുകയും ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കുകയും വേണം. കരാർ പ്രാബല്യത്തിൽ വന്ന് 72 മണിക്കൂറിനകം ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള മുഴുവൻ ബന്ദികളെയും തിരികെ നൽകേണ്ടതുണ്ട്. ഇതിനു പകരമായി ഇസ്രായേൽ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന 250 പേരുൾപ്പെടെ 1700 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാൻ തയ്യാറാകുന്ന ഹമാസ് പോരാളികൾക്ക് പൊതുമാപ്പ് നൽകാൻ പദ്ധതിയിൽ വ്യവസ്ഥയുണ്ടെന്നാണ് മറ്റൊരു പ്രധാന കാര്യം. സമാധാനപരമായ സഹവർത്തിത്വത്തിന് സന്നദ്ധരാകുന്നവർക്ക് ഗസയിൽ തുടരാൻ അനുവാദം നൽകുമെങ്കിലും അത് നിരസിക്കുന്നവർക്ക് സുരക്ഷിതമായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ സൗകര്യമൊരുക്കും. അതേസമയം ഗസയിലെ തുരങ്കങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സായുധ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും തകർക്കപ്പെടുകയും സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ നിരായുധീകരണം നടപ്പിലാക്കുകയും ചെയ്യും. നിരായുധീകരണ പ്രക്രിയ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഗസയിൽ നിന്നും ഇസ്രായേൽ പ്രതിരോധ സേന ഘട്ടം ഘട്ടമായി പിന്മാറും. ഇതിനുശേഷമുള്ള ഇടക്കാല കാലയളവിൽ സുരക്ഷ പരിപാലിക്കാൻ അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സും പുനഃസംഘടിപ്പിക്കപ്പെടുന്ന പുതിയ ഫലസ്തീൻ പോലീസും സംയുക്തമായി ചുമതലയേൽക്കും. അയൽരാജ്യങ്ങൾക്ക് യാതൊരുവിധ ഭീഷണിയും ഉയർത്താത്ത ഭീകരമുക്ത മേഖലയെ ഗസയെ മാറ്റുകയാണ് അന്താരാഷ്ട്ര സേനയുടെ പ്രധാന ലക്ഷ്യം. ഗസയുടെ ഭരണ സംവിധാനത്തിൽ നിന്നും ഹമാസിനെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ ഭരണക്രമമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്തായാലും ഹമാസിന്റെ നിരായുധീകരണം അത് ചരിത്രമാണ്. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരും. വർഷങ്ങളായി നിലനിൽക്കുന്ന യുദ്ധത്തിന്, ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്, ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തിന് അത് വലിയ കാരണമായി തീരും. എന്തായാലും ചരിത്രം സംഭവിക്കട്ടെ.